ജോണിനെ വള്ളം മറിഞ്ഞ് വിഴിഞ്ഞത്ത് കാണാതായിട്ട് ഇന്ന് 8ാം നാളായിട്ടുണ്ട്. ഇന്ന് ഈ 8ാം നാൾ മുഖ്യമന്ത്രി അവസാനം ജോണിന്റെ മകളായിട്ടുള്ള ജിജിയെ വിളിച്ചിരിക്കുകയാണ്. ജിജി തന്നെ വ്യക്തമാക്കും. എന്തായിരുന്നു ആ ഒരു സംഭാഷണം? മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആശ്വസിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് സംസാരിച്ചു. അതിന് അദ്ദേഹത്തിൻ്റെ ഇത്രയും തിരക്കുള്ള സമയം മാറ്റിവെച്ച് നമുക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 8ാം ദിവസമാണെങ്കിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി അദ്ദേഹം നമ്മളെ വിളിച്ച് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ആശ്വാസവാക്കുകളെക്കാൾ ഉപരി നമുക്കൊരു സൊല്യൂഷനാണ് വേണ്ടത്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞോ 1 വർഷം കഴിഞ്ഞോ ഇതേ അപകടങ്ങൾ വീണ്ടും നടക്കും. നാച്ചുറൽ കലാമിറ്റീസ് നമുക്കൊരിക്കലും തടയാൻ പറ്റുന്ന ഒന്നല്ല. അപ്പം ഈ നടക്കുന്ന അപകടങ്ങളെ ചെറുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ ഇതിനെ എതിരിടാൻ നമ്മുടെ കയ്യിൽ എന്ത് സംവിധാനങ്ങളാണുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് ഇതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു എന്നാണ്. 8 ദിവസം കഴിഞ്ഞിട്ട് 3 പേരെ കണ്ടെത്താനായില്ലെന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു വീഴ്ച തന്നെയല്ലേ? ഇത് നമ്മൾ സീരിയസ് ആയിട്ട് ഇതൊരു പൊളിറ്റിക്കലൈസ് ചെയ്യാതെ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യണം. നമുക്കൊരു കുറച്ച് ഇൻഎഫിഷ്യൻസി ഉണ്ട്. ആരെങ്കിലും അത് നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അതിനുള്ളിലെ പൊരുൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾ കേട്ടോ? ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് സമയപരിമിതി മൂലം അദ്ദേഹം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. പക്ഷേ നമ്മുടെ ആവശ്യങ്ങളൊന്നും പറഞ്ഞില്ല. പറയാനായിട്ട് പോകുന്നതിന് മുമ്പേ കട്ട് ചെയ്തു. നിങ്ങളെ പ്രശ്നങ്ങളൊന്നും കേട്ടില്ല? അപ്പോൾ പ്രശ്നങ്ങളൊന്നും കേട്ടില്ല. അദ്ദേഹം ആശ്വസിപ്പിച്ചു. അതെ. കൂടാതെ തന്നെ ഇന്ന് സർക്കാർ ഒരു രേഖ ഇറക്കുകയുണ്ടായി. അതിൽ ഫിഷറീസ് വകുപ്പ് നിരന്തരമായി ഈ കാണാതായവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അവരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. എന്റെ കാര്യത്തിൽ ചോദിച്ചാൽ ഇന്നാണ് മുഖ്യമന്ത്രി എന്നെ വിളിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. വകുപ്പിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ഫിഷറീസ് വകുപ്പിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല. ഞങ്ങളാണ് ADയെയും DDയെയും കളക്ടറിനെയും ഡയറക്റ്റായിട്ട് പോയി കോൺടാക്ട് ചെയ്തത്. അതുകൊണ്ട് അത് എന്റെ കാര്യത്തിൽ കള്ളമാണ്. ഈ വകുപ്പ് ഫിഷറീസ് ഡയറക്ടറൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ആണ് ഈ ഏകോപനം നടത്തുന്നുണ്ട്, ഈ തിരച്ചിലിന് ഏകോപനം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് സർക്കാർ പുറത്തുവിട്ട ആ ഒരു രേഖയിലും സർക്കുലറിലും അങ്ങനെയാണുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണം തിരച്ചിൽ നടന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഫിഷർമാനെ ഏകോപിപ്പിച്ചുകൊണ്ടെന്നാണോ? അത് നടന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ക്വസ്റ്റ്യൻ റേസ് ചെയ്തത്. ഫിഷർമാനെ ഓഖി വന്ന സമയത്ത് ഞങ്ങളിത് കളക്ടറിനോട് ഡയറക്റ്റ് ചോദിച്ച ചോദ്യമാണ്. ഓഖി വന്ന സമയത്ത് നിങ്ങൾ ഫിഷർമാനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അത്രയും വലിയ ഒരു ആക്സിഡന്റിൽ നിന്ന് ഒരുപാട് പേരെ റെസ്ക്യൂ പ്രവർത്തനത്തിന് ഉൾപ്പെടുത്തി. ഫിഷറീസ് ഡയറക്ടർ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഏകോപനം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അത് അങ്ങനെ വല്ലതും നിങ്ങൾ അറിഞ്ഞോ? അതിനെപ്പറ്റി ഒരു അറിവും എനിക്കില്ല. കാരണം ഞങ്ങള് അവരോട് ആവശ്യപ്പെട്ടത് ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരാദ്യം ഒരു 2 ദിവസം മുമ്പ് അവരവിടെ എത്താൻ പറഞ്ഞത് 2 പേരെ കൊണ്ടുപോകും, അവരുടെ 2 വള്ളങ്ങളിൽ 2 പേരെ കൊണ്ടുപോകും, 2 ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേരെ കൊണ്ടുപോയാൽ ഒരാൾ ആക്സിഡന്റ് നടന്ന വശത്തുനിന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡന്റിൽ നിന്ന് തിരിച്ചു വന്നവരാണെങ്കിൽ വേറെ ആളെന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ്. അദ്ദേഹത്തിന് ഈ ലൊക്കാലിറ്റിയോ ലൊക്കേഷനോ ഒന്നും അറിയില്ല. പക്ഷേ 2 പേരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് കൃത്യസമയത്ത് എത്തിയപ്പോഴത്തേക്കും 2 പേരെയും സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ഒരാൾക്കൊന്നും അറിയില്ല, അയാളെയും കൊണ്ട് വീണ്ടും പോവുകയാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഓൾറെഡി അവർ രക്ഷപ്പെട്ട് വന്നവരെ 5 വള്ളങ്ങളിലായിട്ട് അവരവരുടെ സ്വന്തം റിസ്കിൽ പോയി ചെയ്തത്. ഏകോപനം എന്ന് പറയുന്നത് ജസ്റ്റ് കണ്ണിൽ പൊടിയിടുന്ന കുറച്ച് ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് തോന്നിയതാണ്, എനിക്കറിയില്ല. പക്ഷേ ഇവർ നടത്തിയ ആ ഒരു അന്വേഷണം ഫലപ്രദമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പോയി. ഇവർ എല്ലാം നടത്തി, ഓൺ റെക്കോർഡ് എല്ലാം ഉണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് എഫക്റ്റീവ് അല്ല, അത് വളരെ ഇൻഎഫിഷ്യൻ്റ് ആയിരുന്നു. അതിന് എക്സാമ്പിളാണ് ഞാൻ ഇതുവരെ പറഞ്ഞ കോസ്റ്റ് ഗാർഡ് ഛർദ്ദിച്ചതും, കോസ്റ്റ് ഗാർഡ് അല്ലല്ലോ, ഈ ഫിഷറീസിന്റെ അവരുടെ കൂടെ പോയ ഓഫീസേഴ്സ് ഛർദ്ദിച്ച് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ട് വന്നതും അതിനോടൊപ്പം ഡീസൽ ഇല്ലാത്തതിന്റെ പേരിൽ രക്ഷാപ്രവർത്തനം നടക്കാതിരുന്നതും. മുഖ്യമന്ത്രി നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാത്തതിൽ നിരാശ തോന്നുന്നുണ്ടോ? നിരാശ തോന്നുന്നുണ്ട്. പക്ഷേ കേൾക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും. എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കേട്ടേ പറ്റൂ. കാരണം അദ്ദേഹമാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. സോ അദ്ദേഹം കേൾക്കും, ഉറപ്പായിട്ടും കേൾക്കും. കേൾക്കുന്നത് വരെ നമ്മൾ സംസാരിക്കും.
ഓൺ റെക്കോർഡ് സർക്കാർ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്, ഇത്ര കാര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചെയ്തു എന്ന്. പക്ഷേ അതേ സമയത്ത് ഈ കാണാതായവരുടെ കുടുംബങ്ങളൊക്കെ അപ്പോഴും ആ ഒരു വിമർശനങ്ങളും ആരോപണത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെങ്ങനെയാണ്? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, കളക്ടറേറ്റിൽ പോയപ്പോഴത്തേക്കും കളക്ടർ പറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം ഉടനെ നടന്നിട്ടില്ല എന്നുള്ളത്. കാരണം അവർ ചെക്ക് ചെയ്തു, ഹെലികോപ്റ്ററിന്റെ കാര്യം ചെക്ക് ചെയ്തു, വെതർ അനുകൂലമല്ല, ഇറ്റ് ഈസ് ടു റിസ്കി. ഈ 2 ഡയലോഗും കളക്ടർ പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. ബിക്കോസ് അവരതേ നോക്കത്തുള്ളൂ, അവരവരുടെ ലൈഫ് അവർക്ക് നോക്കണം. പക്ഷെ ഒരു റെസ്ക്യൂ പ്രവർത്തനം എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, എൻ്റെ പപ്പയുടെ കൂടെ പണിക്ക് പോയി രക്ഷപ്പെട്ട് വന്ന 4 പേരും 6 മണിക്കൂറോളം വെള്ളത്തിലുണ്ടായിരുന്നു. വെള്ളത്തിൽ കിടന്നവരാണ്. ആ 6 പേരും കറക്റ്റ് വേറെ വെള്ളക്കാരെ അവരെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവരുന്നു. അവരുടനെ തന്നെ ആ 4 പേരും എന്ത് ചെയ്യുന്നു, ഫിഷറീസിന്റെ കൂടെ ആക്സിഡന്റ് നടന്ന ലൊക്കാലിറ്റിയിലോട്ട് പോകുന്നു. അവരവരുടെ ആരോഗ്യത്തെ പറ്റിയോ ഭക്ഷണം കഴിക്കാത്തതിനെ പറ്റിയോ അവരുടെ സ്ട്രെസ്സോ ഒന്നും ഉൾക്കൊള്ളാതെ ഹ്യൂമാനിറ്റിയുടെ പേരിൽ, വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിന്റെ പേരാണ് റെസ്ക്യൂ ഓപ്പറേഷൻ. ഇതിന്റെ പേരാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് സാലറി വാങ്ങുന്നവർ ചെയ്യാത്തത്? റെസ്ക്യൂ പ്രവർത്തനം ഉറപ്പായിട്ടും കടലിൽ വരുമ്പോഴത്തേക്കും അത് റിസ്കിയാണ്. ആ റിസ്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ കോസ്റ്റൽ ഏരിയയിലുള്ളവരെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ അതിൽ ഉൾപ്പെടുത്തിക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഓഖിയുടെ കാര്യം വന്നപ്പോഴത്തേക്കും നിങ്ങൾ ഉൾപ്പെടുത്തിയല്ലോ മത്സ്യത്തൊഴിലാളികളെ. എന്തുകൊണ്ടാണ് ഒരു മത്സ്യത്തൊഴിലാളിക്കോ 2 മത്സ്യത്തൊഴിലാളിക്കോ അതേ ഇൻസിഡന്റ്, ഓഖിക്ക് സമാനമായ ഒരു കറണ്ടാണ് അന്ന് 31-ാം തീയതി ഉണ്ടായത്, എന്തുകൊണ്ടാണ് അതിൽ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്താത്തത്? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രോട്ടോക്കോളും നിങ്ങളുടെ ജനറൽ ഇൻസ്ട്രക്ഷൻസും പലതരം പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടെന്ന് അത് എന്തുകൊണ്ടാണ് ഈ സമയം നിങ്ങളെ അനുവദിക്കാതെ പോയത്? ഒരാൾക്ക് വേണ്ടിയിട്ട് 3 സർക്കാർ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ അർജുന്റെ കേസ്, കോഴിക്കോട് കേസെടുത്താലും അദ്ദേഹത്തിനെ സംരക്ഷിക്കാനായിട്ട് കർണാടക ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് 3 പേരും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ജീവന് വേണ്ടിയല്ലേ അത്രയും റിസ്ക് എടുത്തത്? ഇവിടെ പോകുന്നവരുടെ ജീവന് വിലയില്ലേ? അതാണ് എൻ്റെ ചോദ്യം. എനിക്ക് വേണ്ടത് ഒരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എടുക്കണം. അതെനിക്ക് വേണം. അതിൻ്റെ ഒരു അഷ്യൂറിറ്റി ഞങ്ങൾക്ക് കിട്ടണം. ഒരു SOP വേണം. ഓഷ്യൻ ഗൈഡ് ലൈൻസ് ഞങ്ങൾക്ക് വേണം. ഓഷ്യനിൽ ഒരു അപകടം പറ്റിയാൽ അവരെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ ഓറഞ്ച് ബുക്കിൽ ഒതുക്കാതെ നിങ്ങൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു SOP ഞങ്ങൾക്ക് തരണം. എങ്കിലേ ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആരെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. അവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ആൾക്ക് കരയിൽ ആക്സിഡന്റ് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആംബുലൻസിനെ വിളിക്കുന്നു. കടലിൽ വന്നാൽ അവരാരെ വിളിക്കണം? ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ അവരുടെ കയ്യിലില്ല. ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വെതർ സിസ്റ്റം അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം അവരുടെ കയ്യിലില്ല. കൃത്യമായിട്ട് 18 മുതൽ 20 നോട്ടിക്കൽ മൈൽ അപ്പുറം പണിക്ക് പോകുന്നവരോട് അവിടുത്തെ കാറ്റിന്റെ റേഞ്ചും അവിടുത്തെ കാറ്റ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവിടെ എത്രത്തോളം കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ടാവും എന്നുള്ളത് അവരെ അറിയിക്കണം. കാരണം ഇതിൽ 2 കാര്യങ്ങൾ പറയാനെന്ന് പറഞ്ഞാൽ, ഇത് മൺസൂൺ സീസണാണ്, ഇത് അവരുടെ ഹാർവസ്റ്റ് സീസണാണ്. അതായത് നമ്മൾ അഗ്രികൾച്ചറിൽ ഹാർവസ്റ്റ് പറയുന്നത് പോലെ ഈ സീസണിൽ മത്സ്യത്തൊഴിലാളി പണിക്ക് പോവുക തന്നെ ചെയ്യും. പക്ഷേ ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വെതർ ഇൻഫർമേഷൻ കിട്ടിയാൽ അവർക്ക് തീരുമാനിക്കാം അവർ രാവിലെയാണോ പണിക്ക് പോകേണ്ടത്, രാത്രിയാണോ പണിക്ക് പോകേണ്ടത് എന്നുള്ളത്. അപ്പം അത് യൂസ് ചെയ്ത് അവർക്ക് തീരുമാനിക്കാം അവർക്ക് നെറ്റ് ഫിഷിംഗ് ആണോ നടത്തേണ്ടത് അല്ലെങ്കിൽ ഹൂക്ക് ഫിഷിംഗ് ആണോ നടത്തേണ്ടത്. അവർക്ക് അതിൻ്റെ ടെക്നോളജീസ് ഉണ്ട്. അവർ നിങ്ങളുടെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്ത ടെക്നോളജീസിൻ്റെ കാര്യമല്ല പറയുന്നത്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങളോട് പറയുന്നത് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യണം, ISRO വരണം, ഇതിന് ഇടപെടണം, വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സാറ്റലൈറ്റും ക്ലൗഡ് ഡേറ്റ പോലുള്ള കാര്യങ്ങളും കൊണ്ടുവരണം. ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. റെസ്ക്യൂ ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ് ആക്കണം, നേവിയുടെ ഹെൽപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. അതിന് പ്രൊസീജിയറും മെയിലും അയച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തുമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്താൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നത് വരെ നമ്മൾ ചോദ്യം ചോദിക്കും. അത്രേ. അപ്പോൾ ഇന്ന് സർക്കാർ ഇറക്കിയ ഈ രക്ഷാപ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് ഇറക്കിയ ആ രേഖകളെയൊക്കെ തള്ളുകയാണോ ചെയ്യുന്നത്? നോ തള്ളുകയല്ല, അത് കറക്റ്റാണ്. അത് അദ്ദേഹം പറഞ്ഞതും ഇതുവരെ നടന്നിട്ടുള്ള ഓൺ റെക്കോർഡ് എല്ലാം കറക്റ്റാണ്. പക്ഷേ എഫിഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് ഇതുവരെ കണ്ടെത്താനാവാത്തത്. അപ്പം അത് എഫിഷ്യൻ്റ് ആക്കണം, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങളത് ചെയ്യണം. 2 മാസം കഴിഞ്ഞാൽ വീണ്ടും ഈ കലാമിറ്റീസ് വീണ്ടും വരും. അപ്പം നിങ്ങൾ ഇതേ റീസൺസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമോ? ജീവന്റെ കാര്യമല്ലേ, ജീവനുകളുടെ കാര്യമല്ലേ. ഞാനിത് സംസാരിക്കുന്നത് എൻ്റെ അച്ഛന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അല്ലെങ്കിൽ ഇനി ഉണ്ടാകാനിരിക്കുന്ന അപകടങ്ങൾക്കും വേണ്ടി കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതൊരു കോസ്റ്റ്
കമ്മ്യൂണിറ്റിയുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള നെഗ്ലജൻസിനെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനുള്ള ആൻസർ. പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, പൊതുവെ അത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ പൊസിഷനിലിരിക്കുന്നവർക്ക് ഒരു ധാരണയുണ്ട്, ഇവിടെ ഉള്ളവർ മത്സ്യത്തൊഴിലാളികൾ അഗ്രസീവായിട്ട് പെരുമാറുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ക്ലീഷേ സ്റ്റീരിയോ ടൈപ്പിക് ആയിട്ടുള്ള കുറച്ച് വിചാരങ്ങളും വികാരങ്ങളും അവരുടെ കയ്യിലുണ്ട്. നിങ്ങളോടൊന്ന് പറയട്ടെ, മത്സ്യത്തൊഴിലാളികളെക്കാളും സ്കിൽഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ജോലി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റുമോ? അവരുടെ ലൈഫിൽ നിന്ന്, സ്കൂളിൽ എഡ്യൂക്കേഷൻ അതൊക്കെ ഒരു വശത്ത് നിന്നാലും അവരവരുടെ ലൈഫിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ഇത്രയും നോളജ്. അവർക്ക് അതുണ്ട്. അവർ ആസ്ട്രോഫിസിക്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പഠിച്ചിട്ടല്ല അവർ കടലിൽ പോകുന്നത്. ഇന്ന് കാറ്റ് വരുമെന്ന് അവർക്ക് നേരത്തെ അറിയാം. അവർ ചെയ്യുന്ന മാത്തമെറ്റിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് അവർ നെറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ സ്വന്തമായിട്ടാണ് അത് ചെയ്യുന്നത്. അവർ വേറെ ആരുടെ അടുത്തും കൊടുത്തും അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങുകയല്ല ചെയ്യുന്നത്. എല്ലാം അവരവരുടെ കാര്യങ്ങളാണ്. പക്ഷേ ഇവരോടെല്ലാം ചോദ്യം ചെയ്യേണ്ടത് എന്ത് തന്നെയാണെന്നെങ്കിലും ഇവിടെ നിങ്ങൾ വന്നാൽ എല്ലാവരും വെൽക്കം, ഞങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യും. അതിന് ഈ പാർട്ടി ആ പാർട്ടി അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയാണ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആരും നിങ്ങളെ കടിക്കില്ല. ഇവിടെ ഉള്ളവരെല്ലാം മനുഷ്യർ തന്നെയാണ്. സോ യു ആർ മോസ്റ്റ് വെൽക്കം. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായിട്ട് ഈ വേളയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. അതേ സ്വാതി, അത്തരത്തിൽ ആശ്വാസ വാക്കുകളല്ല വേണ്ടത്. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വേണ്ടത്. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആണ് വേണ്ടത്. അത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഒരാളുടെ, ജിജിയുടെ അച്ഛന് വേണ്ടി മാത്രമല്ല, ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ജിജിയുടെ ഓരോ വാക്കുകളും. സ്വാതി.